ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ ചെക്കപ്പിന് കാലിൻ്റെ ചെക്കപ്പിന് കോഴിക്കോട് പോകാൻ വേണ്ടി ആംബുലൻസിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ മാറ്റിയൊരുങ്ങി രാവിലെ തന്നെ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് പോരുമായിരിക്കും. ആംബുലൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നില്ല. ആംബുലൻസിൻ്റെ ഡ്രൈവർ നല്ല സപ്പോർട്ടിങ് കേട്ടോ. എത്ര പേര് വെയിറ്റ് ചെയ്യും അവിടെ. നമുക്ക് 2-3 ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കാണ്ടാവുകൊണ്ട് കുറേ കുടിച്ചേക്കാം. അപ്പോൾ ഏതായാലും പോയി വന്നിട്ട് കാണാതാണ്. പോയോട്ടെ. വേണ്ട 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 ആംബുലൻസിൻ്റെ ഉള്ളിൽ ട്രാവലിങ്ങിലാണ് പോകുന്നത്. കുറച്ച് സമയം അപ്പുറത്ത് പോയാലും ഒരു തറാവി ജയിച്ച ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നല്ല പട്ടണം പോകുന്നില്ല. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എത്താനായി. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ തിരക്കുണ്ടാവും അറിയില്ല. സെക്യൂരിറ്റിക്കാർക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങലും ഒക്കെ അവിടെ കയ്യിൽ തിരിച്ച് പിടിക്കാണ്ടാവുന്നു. അവിടെ തിരക്കൊന്നുമില്ല. വലിയ ഒഴിഞ്ഞു കിടക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നുണ്ടാവും. നമ്മൾ വീൽ ചെയറായിട്ട് വന്നിട്ടുണ്ടാക്കും. വീൽ ചെയറിൽ പോകും. ഇങ്ങനെ വെച്ചാൽ കൂട്ടാം. ഫേസ് കാണുന്നതിന് കാലിൻ്റെ അടുത്ത് ക്യാമറ വരും. പല ആൾക്കാരുണ്ടാവില്ല. ചിലർക്ക് ഫേസ് കാണുന്ന താല്പര്യം ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ സർജനെ നോക്കി തിരിച്ച് തിരക്കുണ്ടെന്നാലും വീൽ ചെയറിൽ പോകുന്നതുകൊണ്ട് കേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഇങ്ങനെ ഡോക്ടർ കണ്ട് ഇറങ്ങുക. മറ്റേ ടെറാക്കിൻ്റെ ഡോക്ടർ അവിടേക്ക് നടന്നുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ വീൽ ചെയറില്ലാത്തതുകൊണ്ട് നടന്ന് തന്നെ പോകണം. സ്റ്റെപ്പ് പറഞ്ഞ് കയറാൻ പോവാണ്ട് കുറച്ച് തെറാപ്പി ഡോക്ടറിനെ കാണിച്ചുകൊണ്ട് പോരുന്നതാണ്. 3 ഡ്രോപ്പായിട്ട് ഇറങ്ങാണ്ട് നമ്മൾ വീൽ ചെയർ എടുക്കാത്തതുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി കയറിയാണ്ട് തന്നെ പോകണം. ഇപ്പോൾ തെറാപ്പി ഡോക്ടറിനെ കണ്ട് എല്ലാ ഡോക്ടറെയും കണ്ട് ഇനി പോകാനുള്ള തീരുമാനമാണ്. സ്റ്റെപ്പ് കുറേ കയറാനുണ്ടാകും. നമ്മളിങ്ങനെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആംബുലൻസിനെ വിളിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ആംബുലൻസ് വരുന്ന നോക്കി നിൽക്കാം. പിന്നെ അധികം വലിയ തിരക്കൊന്നുമില്ല. എന്താ അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് പോരാൻ കഴിയും. ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3:30-4 മണി ആവാനായിട്ടുണ്ട്. 9 മണിക്ക് രാവിലെ 9 മണിക്ക് പോകുന്നതല്ലേ. ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിക്കണമെങ്കിൽ പോകുമ്പോൾ കഴിക്കാമെന്നുള്ള രീതി. ആംബുലൻസ് ഡ്രൈവറും കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കൂടെയുള്ള പെങ്ങളെ മോനും കഴിച്ചിട്ടില്ല. ആംബുലൻസ് വന്നിട്ടുണ്ട്. വരുന്നുണ്ട്. ഇവിടെ തിരക്കിട്ട റോഡാകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സമയം കിട്ടില്ല. എല്ലാവരും ഓരോ മൈൻഡിൽ വരുന്നവരല്ലേ. പലർക്കും പല പ്രശ്നങ്ങളായിട്ടായിരിക്കും ഇവിടെ വരുന്നത്. കോഴിക്കോട് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ കേട്ടില്ലേ. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. പലവരും പല മൈൻഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ
അവിടെ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ച് പോന്നു. 3 വിഭാഗം കാണിച്ച് ഞങ്ങൾ. മെഡിക്കൽ വിഭാഗവും സർജിക്കൽ വിഭാഗവും മറ്റേ CMR 3 വിഭാഗം കാണിച്ച് അവിടെ സെൻട്രൽ സർക്കിൾ കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിലേക്കുണ്ടാവും. വിശക്കുണ്ട് നല്ലോണം. ഏകദേശം 3:30 ആയിരുന്നു. നല്ല ഒരു ഹോട്ടലിൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരോട്. അപ്പോൾ അയാൾ പരിചയമുള്ളൊരു ഹോട്ടലിൽ നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ സൈഡാക്കി ഒരു വണ്ടി സൈഡാക്കി. ഡ്രൈവർ നല്ല സപ്പോർട്ടിങ്ങും കൂടി കേട്ടോ. എല്ലാത്തിനും നല്ല സഹായം ചെയ്യും. അങ്ങനെ ഭയങ്കര വെയിറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ഡ്രൈവറുമാണ്. അങ്ങനെ ഇവിടെ ബഷീറിൻ്റെ ചായക്കട, അവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതായത് വെജിറ്റബിളൊന്നും ഇല്ലാതെ എല്ലാം ബിരിയാണിയിലൊന്നുമില്ല. അത് സാധാ ചോറ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോവാണ്. അവിടെ അറിഞ്ഞു ബഷീറിൻ്റെ ചായക്കട. ഡ്രൈവർ നല്ല ഡ്രൈവറാണെന്ന് പറയുമ്പോൾ ആ ബോർഡ് ഒരു ഇഞ്ച് പോലും ഒരു ഇഞ്ച് ഗ്യാപ്പുള്ള അവിടെ ആ ബോർഡും വണ്ടി തമ്മിൽ ഇത്ര കണ്ണീരാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നാട്ടിൽ പോവുകയാണ്. നാട്ടിലെത്തി നാട്ടിൽ പോരാൻ പോവുകയാണ്. അങ്ങനെ പച്ചപ്പുറത്ത് പണ്ട് റോഡിലെടുത്ത് ക്യാമറ മുറിച്ച് നിൽക്കുകയാണ്. വണ്ടിൻ്റെ ഉള്ളിലാണ്. വേദന ഒന്നുമില്ലെങ്കിൽ ആംബുലൻസിൽ യാത്ര ചെയ്യുമ്പോൾ സുഖമുള്ള ഒരു ഇതാണ്. പക്ഷെ വേദന ഒന്നും ഉണ്ടാകാൻ പാടില്ല. വേദന ഉണ്ടായാൽ ഒരിക്കലും കഴിയില്ല. പിന്നെ ഏകദേശം നമ്മൾ നാടെത്തിയിട്ട് വണ്ടൂരെത്തി. ഒരു സഫറാണ് ജംഗ്ഷൻ എത്താനായി. ബോയ്സും ഗേൾസും ഒക്കെ കഴിഞ്ഞ് പോയി ഇപ്പോൾ ജംഗ്ഷനിൽ എത്തി. പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം എത്താനായി. പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ ക്യാമറ വിളിച്ചു. അത് കൊടുത്തതാണ് സ്റ്റേഷൻ്റെ അവിടെ. സ്കൂൾ വിടുന്ന സമയമായില്ല. അപ്പോൾ ഏകദേശം നല്ല തിരക്കുണ്ട്. മറ്റേ സെൻട്രൽ സർക്കിളിൽ നല്ല തിരക്കുണ്ട്. ഏകദേശം സ്കൂൾ വിടുന്ന സമയമാണ്. 4 മണി കഴിഞ്ഞിട്ട് കുഴപ്പമൊക്കെ ഉണ്ട്. തിരക്കാണ്. നമ്മൾ നാട്ടിലെ വീട്ടിലുണ്ട്. നല്ല ആംബുലൻസിൽ കുറഞ്ഞ് നമ്മൾ ഇറങ്ങാനായി. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നല്ല ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റിക്ക് വെച്ചാണ്ട് ചെയ്യേണ്ടത്. നല്ല കെയറിങ് ആട്ടോ ഡ്രൈവർ. നല്ല കെയറിങ്. അത് കാല് തട്ടുന്നു നോക്കാൻ പറയും. ക്ലിയർ ചെയ്ത് നല്ല പോകും. നാട്ടിലെത്തിയപ്പോഴത്തിന് പെങ്ങളെ മോനെ കൊണ്ടുപോകാൻ മോൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടപ്പോൾ അവരോട് സംസാരിച്ച് അപ്പോൾ ഓക്കെ ഏതായാലും അടുത്ത ശനിയാഴ്ച പോകണം. അപ്പോൾ വീഡിയോ അവിടുത്തെ വീഡിയോ കാണാം.